السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അവന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ വഖഫ് നിയമങ്ങൾ. വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്ന് പോന്നിരുന്ന വഖഫ് നിയമങ്ങൾ പൊളിച്ചെഴുതാൻ 2024 ഓഗസ്റ്റ് 8 ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചതോടു കൂടിയാണ് ഈ ചർച്ചകൾ സജീവമായത്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഇസ്ലാമിലെ വഖഫ് എന്താണ്, അതിൻ്റെ ലക്ഷ്യമെന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ അറിയുന്നത് സാന്ദർഭികമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വഖഫ് എന്ന വാക്ക് ഉണ്ടായത് വഖഫ എന്ന ധാതുവിൽ നിന്നാണ്. വഖഫ എന്ന ക്രിയൻ്റെ അർത്ഥം നിൽക്കുക, നിലനിർത്തുക എന്നാണ്. ഇസ്ലാമിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ വഖഫ് എന്ന് പറഞ്ഞാൽ തഹബീസുൽ അസ്ലി വ തസ്ബീലുൽ മൻഫ അലൽ ബിർരി ഔ ഖുർബ. ഒരാൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലമോ മറ്റ് ആസ്തികളോ കെട്ടിടമോ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി അതിൻ്റെ വരുമാനം ഹലാലായ പൊതു ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് വഖഫ് കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന കാര്യം. ഇങ്ങനെ വഖഫ് ചെയ്ത വസ്തു പിന്നെ വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ പാടുള്ളതല്ല എന്നാണ്. വഖഫ് ചെയ്യുന്ന ആൾക്ക് വാഖിഫ് എന്നും വഖഫ് ചെയ്യപ്പെടുന്ന വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിന് മൗഖൂഫ് എന്നാണ് വിളിക്കുന്നത്. വഖഫ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔഖാഫ് എന്നുള്ളതാണ്. ഔഖാഫ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. വഖഫ് ശരിയായ ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. ബുദ്ധിയും വിവേകവുമുള്ള ആൾ സ്വമേധയാ ചെയ്യുന്ന വഖഫ് മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ. ഭൂമി, ബിൽഡിംഗ് പോലെ ഭാവിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് വഖഫായിട്ട് നൽകേണ്ടത്. പുണ്യത്തിൻ്റെ മാർഗത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. തിന്മക്കായി വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫിൻ്റെ കാലാവധി അത് അനിശ്ചിതമാണ്. ഒരു കാലാവധി നിശ്ചയിച്ചു കൊണ്ടല്ല വഖഫ് ചെയ്ത് ആ സ്വത്ത്, ആ വസ്തു പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അതിൻ്റെ പ്രമാണം നീക്കി വെക്കുക. അങ്ങനെ കാലപരിധി ഇല്ലാത്ത രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ വഖഫ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇസ്ലാം നമ്മളോട് സമ്പത്ത് ചിലവഴിക്കാൻ പറഞ്ഞത് 2 വിധത്തിലാണ്. ഒന്ന് സക്കാത്ത്, നിർബന്ധമായ ദാനക്രമം. 2 സദക്ക, ഐച്ഛികമായ സമ്പത്ത് വിനിയോഗിക്കുന്ന ക്രമം. ഈ സദക്ക 2 വിധത്തിലുണ്ട്. ഒന്ന് സദക്ക നൽകുന്നവൻ്റെ മരണത്തോടു കൂടി അവസാനിച്ചു പോകുന്നത്.
രണ്ടാമത്തത് ദാതാവിൻ്റെ മരണശേഷവും നിലനിൽക്കുന്ന അനശ്വരമായ സദക്ക, അതിൽപ്പെടുന്നതാണ് വഖഫ് എന്നുള്ളത്. വഖഫ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും ഹദീസുകളും നമുക്ക് കാണുവാൻ സാധിക്കും. 36-ാം അധ്യായം യാസീനിലെ 12-ാം വചനത്തിൽ പറയുന്നുണ്ട്, വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവർ ഭൗതിക ലോകത്ത് വെച്ച് ചെയ്ത നല്ല സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വആസാറഹും, ആ സൽക്കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുണ്ടാകുന്ന, അതിനെ തുടർന്നുണ്ടാകുന്ന അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ആ സൽക്കർമ്മങ്ങളുടെ മരണശേഷവും അതിൻ്റെ അനന്തരമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നാണ്. 3-ാം അധ്യായം ആലി ഇംറാനിലെ 92-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് പുണ്യം ലഭിക്കൂല, ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഇഷ്ടപ്പെട്ടത് ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കൂല. 57-ാം അധ്യായം ഹദീദിലെ 7-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വആമിനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ ദൂതനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, അള്ളാഹു നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. സമ്പത്ത് ചെലവഴിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന്. ഇവിടെ അൻഫിഖൂ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് സക്കാത്തല്ലാത്ത ദാനധർമ്മങ്ങളാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ ഇതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. സദഖകളാണ്. ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തനം, ഈ ഭൗതിക ലോകവുമായുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെത് മുറിഞ്ഞുപോയി. 3 എണ്ണം ഒഴിച്ചു. സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന സദഖ, അവൻ്റെ മരണശേഷവും അവൻ ചെയ്തു വെച്ച സദഖകൾ, വഖഫുകൾ, അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നിന്നും വഖഫിന് പ്രോത്സാഹനം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത വഖഫാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഖൈബറിൽ വെച്ച് ഗനീമത്ത് സ്വത്ത് ഓരി വെച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഭൂമി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് ഖൈബറിൽ വെച്ചൊരു ഭൂമി ലഭിച്ചിട്ടുണ്ട്, അത് ഏറ്റവും നല്ല ഭൂമിയാണ് എനിക്ക് എൻ്റെ അടുത്തുള്ളതിൽ വെച്ച്, ഞാനത് എന്ത് ചെയ്യണം എന്നാണ് താങ്കൾ എന്നോട് കൽപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഈ ഷീത്ത ഹബ്ബസ്ത അസ്ലഹ വ തസദ്ദഖ്ത ബിഹാ, നീ അത് നിൻ്റെ ഉടമസ്ഥതയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റിയിട്ട് അതുകൊണ്ട് അതിൻ്റെ അനുഭവം, അതിൻ്റെ വരുമാനം ദീനിൻ്റെ മാർഗത്തിലേക്ക് സദഖ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. അദ്ദേഹം വെച്ച നിബന്ധന വഖഫിൻ്റെ ആദ്യത്തെ നിബന്ധനയായിട്ട് ഇന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്നഹു ലാ യുബാഉ വലാ യൂഹബു, ഈ ധനം വിൽക്കാൻ പാടില്ല, വലാ യൂഹബു, ദാനം ചെയ്യാൻ പാടില്ല, അനന്തരാവകാശം എടുക്കാൻ പാടില്ല, ഇതിൻ്റെ വരുമാനം പാവങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും അതിഥികൾക്കും ഒക്കെ വേണ്ടിയുള്ളതാകുന്നു. ലാ ജുനാഹ ലി വലിഹ യൗകുല മിന്നാ ബിൽ മഅറൂഫ്, ആ ധനം കൊണ്ടു നടക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുത്തവല്ലിക്ക് അതിൻ്റെ ചെലവിന് ഉള്ള കാര്യം അതിൽ നിന്ന് എടുക്കാവുന്നതാണ് എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും വഖഫ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള മരിച്ചു പോകുമ്പോൾ അനന്തരാവകാശ സ്വത്തായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മാ തറക റസൂലുള്ളാഹി ദീനാറും വലാ ദിർഹമൻ വലാ അബ്ദൻ വലാ അമതൻ, പ്രവാചകൻ ഒരുപാട് നാണയങ്ങളോ അല്ലെങ്കിൽ അടിമയോ മറ്റ് സമ്പത്തോ ഒന്നും ഇവിടെ അനന്തരാവകാശികൾക്ക് ഓരി വെക്കാൻ വിട്ടേച്ചിട്ടില്ല. പിന്നെ എന്താ ഉള്ളത്? റസൂലുള്ളാഹിൻ്റെ ആ വെളുത്ത കോവർക്കയറ്റ്, റസൂൽ അതിലാണ് യാത്ര ചെയ്തിരുന്നത്. നബിൻ്റെ ആയുധം ഒരു ഭൂമി, ജഅലഹാലി ഇബ്നി സബീലി വഖഫൻ, വഴിയാത്രക്കാർക്ക് സദഖയായിട്ട് പ്രവാചകൻ നിശ്ചയിച്ചു കൊടുത്തൊരു ഭൂമി. അപ്പോൾ പ്രവാചകൻ ഒരു ഭൂമി വഴിയാത്രക്കാർക്ക് സദഖയായിട്ട് വഖഫ് ചെയ്തിരുന്നു എന്നാണ്. നബി മക്കയിൽ നിന്നും മദീനയിൽ വന്ന് മസ്ജിദുൻ നബവി നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ബനു നജ്ജാർ ഗോത്രക്കാരതാണ് ആ സ്ഥലം. അത് അവരോട് പ്രവാചകൻ ചോദിച്ചു, യാ ബനി നജ്ജാർ സാമിനൂനി ബിഹാഇത്തിക്കും ഹാദ, നിങ്ങളുടെ സ്ഥലത്തിന് നിങ്ങൾ എന്നോട് വില പറയുക, എന്ത് വിലയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഞാനത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ലാ വല്ലാഹി ലാ നതുലുബു സമനഹു ഇല്ലാ ഫില്ലാ,
അതിന് ഞങ്ങൾ വിലയൊക്കെ ഞങ്ങൾക്ക് തരികയില്ല. അള്ളാഹിൻ്റെ മാർഗത്തിലാണ് ഞങ്ങൾ അതിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് വഖഫാണ് എന്ന് പറഞ്ഞു. ഖാലിദുൽ വലീദ് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വാൾ എന്നറിയപ്പെട്ട ഇസ്ലാമിന് ഒരുപാട് വിജയങ്ങൾ സമ്പാദിച്ചു കൊടുത്ത യോദ്ധാവാണ്. അദ്ദേഹം തൻ്റെ യുദ്ധോപകരണങ്ങൾ തൻ്റെ കാലശേഷം ദീനിന് വേണ്ടി ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ മാർഗത്തിൽ നിയോഗിക്കാൻ വേണ്ടി വഖഫ് ചെയ്തു എന്നാണ്. ഇങ്ങനെ പ്രവാചകൻ്റെ കാലത്തും അതിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വഖഫ് ചെയ്തതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. 3 രൂപത്തിലുള്ള വഖഫാണ് ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത്. ഒന്ന് അൽ വഖഫുൽ ഖൈരി, അല്ലെങ്കിൽ അൽ വഖഫുൽ ആം. വഖഫ് ചെയ്യുന്ന വസ്തുവിൻ്റെ വരുമാനം മുഴുവനും പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്തത് അതിന് ഉപയോഗിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത വഖഫാണ് ഇതിന് ഉദാഹരണം. വഖഫുൽ ആം, വഖഫുൽ ഖൈരി, പൊതുവായിട്ട് ചെയ്യുന്ന വഖഫ് എന്നാണ്. നബി മക്കയിൽ നിന്നും മദീനയിൽ വന്നപ്പോൾ അവിടെ ശുദ്ധജലത്തിൻ്റെ ഉറവിടമായിട്ട് ബിഉർ റൂമ എന്ന ഒരു കിണർ മാത്രമേ ഉണ്ടായിരുന്നത്. ഗഫാർ ഗോത്രക്കാരനായ ഒരാളുടെ കൈവശമായിരുന്നു അത്. ഒരു പാത്രം വെള്ളത്തിന് ഒരു മുദ്ദ് ധാന്യം ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് വിറ്റിരുന്നത്. നബി അദ്ദേഹത്തോട് ചോദിച്ചു, സ്വർഗത്തിലെ അരുവിക്ക് പകരമായി താങ്കളത് വിൽക്കാൻ ചെയ്യാറുണ്ടോ, അഥവാ ദീൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതല്ലാതെ വേറെ വരുമാനമല്ല. ഇതറിഞ്ഞ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പോയിട്ട് ഇത് വിലക്ക് വാങ്ങുകയാണ്. 3500 ദിർഹം കൊടുത്ത് അദ്ദേഹം വിലക്ക് വാങ്ങിയിട്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞാനിത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ മാതിരി സ്വർഗത്തിലൊരു തോട്ടം എനിക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അതെ. അങ്ങനെ അദ്ദേഹം അത് പൊതു മുസ്ലിം സമൂഹത്തിന് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ആ വെള്ളം വഖഫ് ചെയ്തുകയുണ്ടായി എന്നാണ്. രണ്ടാമത്തെ വഖഫ് അൽ വഖഫുൽ അഹ്ലി, കുടുംബ വഖഫാണ്. സ്വന്തം കുടുംബത്തിലും ബന്ധത്തിലുമുള്ള ദരിദ്രരും അനാഥരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സമ്പത്ത് വഖഫ് ചെയ്യുക. അതിനുദാഹരണമാണ് അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ബൈറുഹ എന്ന അദ്ദേഹത്തിൻ്റെ തോട്ടം വഖഫ് ചെയ്തത്. ഖുർആനിലെ ആലി ഇംറാനിലെ 92-ാം വചനം ഇറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ബൈറുഹ തോട്ടമായിരുന്നു. അത് മദീനത്തെ പള്ളിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു തോട്ടമാണ്. പ്രവാചകൻ അവിടെ പോയിട്ട് അതിൽ പ്രവേശിക്കാറുണ്ട്, അതിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്, പഴങ്ങൾ ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഇതാണ്, അതുകൊണ്ട് ഞാനിത് ദീനിന് വേണ്ടി വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി അറ അൻ തജ്അലഹാ ഫിൽ അഖ്റബീൻ. അത് നിൻ്റെ ബന്ധുക്കളിൽപ്പെട്ട പാവങ്ങൾക്ക് വഖഫ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അദ്ദേഹം അത്ര സാമ്പത്തിക ശേഷിയില്ലാത്ത ആളായതുകൊണ്ട് പ്രവാചകനാണ് പറഞ്ഞത് ബന്ധുക്കൾക്ക് അത് വഖഫ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പാവങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ഓരി വെക്കാൻ വഖഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പ്രവാചകൻ. ഫഖസമഹ അബൂ തല്ല ഫി അഖാരിബിഹി വബി ബനി അമ്മിഹി. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തിൻ്റെ പിതൃപുത്രന്മാർക്ക് വേണ്ടി അബൂ തൽഹ അത് വഖഫ് ചെയ്യുകയുണ്ടായി എന്ന് കാണാം. മൂന്നാമത്തെ വഖഫ് അൽ വഖഫുൽ മുസ്തറഖ് എന്നാണ്, പങ്കാളിത്ത വഖഫ്. അഥവാ പൊതു ആവശ്യത്തിനും കുടുംബത്തിലെ പാവങ്ങൾക്കും വേണ്ടി സമ്മിശ്രമായി ചെയ്യുന്ന വഖഫാണ്. രണ്ടിനും വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഉമർ അള്ളാഹു ചെയ്തത്. ഉമർ അള്ളാഹുവിന് ഖൈബറിലെ സ്വത്ത് വഖഫ് ചെയ്തപ്പം പറഞ്ഞത്, വതസദ്ദഖ ബിഹാ ഫിൽ ഫുഖറാഇ വഫിൽ ഖുർബ വഫി സബീലില്ലാഹി വല്ലൈഫ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലും പാവങ്ങൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും അതിഥികൾക്കും വഫിൽ ഖുർബ ബന്ധുക്കൾക്കും വേണ്ടിയാണ് അതിൻ്റെ വരുമാനം ഉപയോഗിക്കേണ്ടത് എന്നാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിക ദായക്രമത്തിൽ പണം ചെലവഴിക്കുന്ന ക്രമത്തിൽ അനൽപമായ സ്ഥാനമാണ് വഖഫിനുള്ളത്. മഹത്തായ ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്. സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക, അനാഥകളെ സംരക്ഷിക്കുക, രോഗത്തെ ചികിത്സിക്കുക, പാവങ്ങളെ സഹായിക്കുക, വിധവ അഗതികളെ സംരക്ഷിക്കുക, ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, പരിപാലിക്കുക, പള്ളി മദ്രസ ഖുർആൻ പഠനം സ്ഥാപിക്കുക, പരിപാലിക്കുക, വഴിയാത്രക്കാർക്കുള്ള സത്രം ലോഡ്ജ് സംവിധാനം, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനൊക്കെ വേണ്ടി വഖഫ് ചെയ്യാം. നബിയുടെ കാലം മുതൽ തന്നെ മുസ്ലിം സമൂഹം വഖഫിൻ്റെ കാര്യത്തിൽ വലിയ ഉത്സാഹം കാണിച്ചു. അള്ളാഹുവിൽ നിന്നും പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവർ തങ്ങളുടെ സ്വത്തുക്കൾ വഖഫ് ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങൾ ഉള്ളിടത്തൊക്കെ വഖഫ് ഉണ്ടായി എന്നാണ്. വഖഫിൻ്റെ സ്വത്തുക്കളും ഉണ്ടായി. ഇന്ത്യയിലെ വഖഫിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം മുതൽക്ക് തന്നെ ഒരുപാട് ആളുകൾ അവരുടെ സമ്പത്ത് വഖഫ് ചെയ്തതായിട്ട് കാണാം.
പക്ഷേ 1913 ബ്രിട്ടീഷ് ഭരണകാലത്താണ് വഖഫിൻ്റെ വിഷയത്തിൽ ആദ്യം ഒരു നിയമനിർമ്മാണം ഉണ്ടാകുന്നത്. മുസൽമാൻ വഖഫ് മൂല്യനിർണ്ണയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നതാണത്. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായി 1954 സ്വതന്ത്രമായതിനു ശേഷം വഖഫുകളുടെ പ്രവർത്തനം ഏകോപിച്ച് കൊണ്ടുവന്നിട്ടൊരു നിയമം പാസ്സാക്കുകയുണ്ടായി. സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ സെൻട്രൽ വഖഫ് ബോർഡുകളും നിലവിൽ വന്നു. 1955 പുതിയ വഖഫ് 1995 പുതിയ വഖഫ് നിയമം കൊണ്ടുവരികയുണ്ടായി. വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുകയും വഖഫ് കയ്യാറ്റം തടയുവാനും മുത്തവല്ലിമാർക്കുള്ള ചുമതലകൾ വ്യക്തമാക്കിക്കൊണ്ടും 1955 ആ വഖഫ് നിയമം പരിഷ്കരിച്ചുകൊണ്ട് ഓർഡർ ഇറക്കുകയുണ്ടായി. 2013 അവസാനമായി വഖഫ് നിയമം ഭേദഗതി ചെയ്തത്. പാർലമെൻ്ററി സമിതി അധ്യക്ഷനായ റഹ്മാൻ ഖാൻ ചെയർമാനായ സമിതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് വിവിധ വഖഫ് ബോർഡുകളും മുത്തവല്ലിമാരുമായി സംസാരിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിയമത്തിന് രൂപം നൽകി. ഇന്ന് പ്രാബല്യത്തിലുള്ള നിയമം അതാണ്. വഖഫ് പരിപാലനം, സംരക്ഷണം, വികസനം സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇന്ന് നിലവിലുള്ള ഈ നിയമത്തിൽ ഉണ്ട് എന്നാണ്. ഇങ്ങനെ കാലങ്ങളായി പരിഷ്കരിച്ച് നിയമപരമായും ഭരണഘടനാപരമായും സാധ്യതയുള്ള ഒരു സംവിധാനത്തെ തകർക്കുന്നതാണ് കഴിഞ്ഞ ആഗസ്റ്റ് 8 ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബിൽ. ഒന്നാമതായി വഖഫ് ബോർഡ് എന്നുള്ള പേര് തന്നെ മാറ്റിയിട്ട് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ്, ഏകീകൃത വഖഫ് മാനേജ്മെൻറ്റ് എന്നാക്കി മാറ്റുകയാണ് വഖഫ് ബോർഡിൻ്റെ പേര്. രണ്ടാമതായി നിലവിലുള്ള നിയമം അനുസരിച്ച് ഇന്ത്യയിൽ 3 വിധത്തിലുള്ള വഖഫിന് സാധൂകരണമുണ്ട്. ഒന്ന് വഖഫ് ബൈ ഡീഡ്, രേഖപ്രകാരമുള്ള വഖഫ് അഥവാ രേഖകളുള്ള വഖഫ് സ്വത്തുക്കൾ. 2 വഖഫ് ബൈ ഓറൽ അഥവാ വാക്കാലുള്ള വഖഫ്. മൂന്നാമത്തത് വഖഫ് ബൈ യൂസർ, ഉപയോഗത്തിലൂടെ വഖഫായത്. പുതിയ നിയമപ്രകാരം വഖഫ് ബൈ ഡീഡ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വാക്കാലുള്ളതോ ഉപയോഗത്തിലുള്ളതോ ആയ വഖഫുകളെല്ലാം തന്നെ അസാധുവായി മാറും. ഇന്നത്തെ പോലെ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമ്പ്രദായം നിലവില്ലാത്ത കാലഘട്ടത്തിൽ വാക്കിലൂടെയും ഉപയോഗത്തിലൂടെയും ഒക്കെ തന്നെ വഖഫായി ഉപയോഗിച്ച് വരുന്ന ഖബർസ്ഥാനുകളും പള്ളികളും ഒക്കെ സർക്കാർ സ്വത്തായി മാറുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നാണ്. മൂന്നാമതായി വഖഫ് തർക്കങ്ങൾ പരിഹരിക്കാൻ നിലവിൽ ജില്ലാ ജഡ്ജിയുടെ കീഴിൽ വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു. അത് പുതിയ നിയമത്തിൽ ഇല്ലാതാക്കിയിട്ട് ആ അധികാരം ജില്ലാ കലക്ടർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ജുഡീഷ്യറി ഉണ്ടായിരുന്ന അധികാരം കലക്ടർക്ക് മാറ്റിക്കൊടുക്കുകയാണ്. നാലാമതായി വഖഫ് ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ടെത്തിയിരുന്നത് എങ്കിൽ ഇനി മുതൽ അത് നോമിനേഷൻ രീതിയിലേക്ക് മാറ്റാൻ പോകും. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ വഖഫ് ബോർഡിൽ ഉണ്ടാകുക എന്നർത്ഥം. ഒരു സ്വത്ത് വഖഫ് ഭൂമിയാണോ എന്ന് നിർണ്ണയിക്കാൻ വഖഫ് ബോർഡിനുള്ള അധികാരം നൽകുന്ന നിലവിലെ നിയമത്തിലെ 40-ാം വകുപ്പ് എടുത്ത് കളിയാണ്. അതോടുകൂടി ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ വഖഫ് ബോർഡിന് അധികാരം ഉണ്ടാവില്ല, മറിച്ച് അത് കലക്ടർക്കായിരിക്കും അധികാരം ഉണ്ടാവുക എന്നാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്തവരെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. അഥവാ മുസ്ലിംകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്വത്ത് നിയന്ത്രിക്കാൻ മുസ്ലിം അല്ലാത്ത ആളുകളെ നിയമിക്കുന്ന ഒരു വിരോധാഭാസമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിങ്ങളുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വഖഫ് ചെയ്താണ് വഖഫ്. അതേമാതിരി ഹിന്ദുക്കൾക്ക് അവരുടെ ദേവസ്വം ബോർഡുകളുണ്ട്, സിഖുകാർക്ക് ഗുരുദ്വാരകളുണ്ട്, ക്രിസ്തുകാർക്ക് അവർ ക്രിസ്തീയ സഭകളുണ്ട്. അതിലൊന്നും മുസ്ലിങ്ങളോ മറ്റ് മതസ്ഥരോ അവർ അത് കൈകാര്യം ചെയ്യുന്നില്ല. മുസ്ലിങ്ങളുടെ വഖഫ് മാത്രം കൈകാര്യം ചെയ്യാൻ മുസ്ലിം അല്ലാത്ത ആളുകൾ വേണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം അല്ലാത്ത ഒരാളുടെ അമുസ്ലിമായ ആളുടെ വഖഫിന് വേണ്ടി ദാനം ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നു. ഇന്ത്യയിലും അതേമാതിരി ഇസ്ലാമിലും ഒന്നും അമുസ്ലിമായ ആളുകൾക്കും വേണമെങ്കിൽ വഖഫ് ബോർഡിലേക്ക് ദാനം ചെയ്യാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ മുഖൈരിഫ് എന്ന ജൂതൻ തൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങൾ ഇസ്ലാമിലേക്ക് വഖഫ് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. 7ാമത്തെ മാറ്റം, ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് 5 വർഷം കഴിഞ്ഞതിന് ശേഷമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. 5 വർഷം കഴിഞ്ഞ് ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ, ഒരു പുതു മുസ്ലിം ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം, മുസ്ലിമായി 5 വർഷം കഴിയണം. ഇതൊരു വലിയ വിരുദ്ധമായ വേറൊരു നിബന്ധനയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് ഒരാൾ വന്നാൽ അയാൾ 5 വർഷം കഴിഞ്ഞിട്ട് ആ പാർട്ടിക്ക് വല്ലതും സംഭാവന ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ നിയമം.
അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സർക്കാർ കെട്ടിടം വഖഫ് ഭൂമിയിലാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നീട് അത് സർക്കാർ കെട്ടിടമായി മാറും, വഖഫ് ഭൂമിയായിട്ട് അത് പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഭരണകൂടത്തിലുള്ളവർക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ വഖഫിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നിർദ്ദിഷ്ടമായ ഈ ബിൽ. സത്യത്തിൽ വേണ്ടത് വഖഫ് ഭൂമി കയ്യേറുന്നത് തടയുന്ന ബില്ലായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. അതിന് പകരം സർക്കാർ തന്നെ വഖഫ് കയ്യേറുന്ന കയ്യേറ്റക്കാരനായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിരവധി വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അതിൽ മിക്കതിലെയും പ്രതി സർക്കാരാണ് എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ സർക്കാർ ഭൂമിയായി മാറ്റിയിട്ടുണ്ട് എന്നാണ്. ഫാസിസ്റ്റ് ശക്തികൾ അനവധി വഖഫ് സ്വത്തുക്കളുടെ മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബരി മസ്ജിദിന് ശേഷം മധുര, ഗ്യാൻവാപ്പി, സംഭാൽ തുടങ്ങിയ പള്ളികളുടെ മേലെല്ലാം തന്നെ അവകാശങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് മുസ്ലിം സമൂഹം അവരുടെ ആരാധനാലയങ്ങൾക്കും പൊതു ആവശ്യങ്ങൾക്കും അവർ വഖഫ് ചെയ്ത ഭൂമി സംരക്ഷിക്കപ്പെടണം എന്നാണ് മുസ്ലിം സമൂഹം ആവശ്യപ്പെടുന്നത്. മറ്റു സമുദായത്തിൻ്റെ ഭൂമിയോ അവരുടെ അവകാശങ്ങളോ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 നമുക്ക് നൽകുന്ന അവകാശമാണത്. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുവാനുമുള്ള അവകാശം. ആ അവകാശപ്രകാരമാണ് വഖഫ് നിലവിൽ വരുന്നത്. അപ്പോൾ ആ അവകാശമാണ് മുസ്ലിം സമൂഹം ചോദിക്കുന്നത്. അത് നിലനിർത്തപ്പെടണം അതിൻ്റേതായ രൂപത്തിൽ. അതിൽ കൈകടത്തൽ നടത്തുവാനോ വെള്ളം ചേർക്കുവാനോ പാടില്ല എന്നാണ് മുസ്ലിം സമൂഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ബില്ല് എന്ന് പറഞ്ഞത് കൽപ്പിച്ചുകൂട്ടി മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങൾ ഹനിച്ചു കളയുവാനും വഖഫ് ബോർഡ് മറ്റ് സാധാരണ ബോർഡുകളെ മാതിരി ഒരു ബോർഡാക്കി മാറ്റുവാനും ഗവൺമെൻറ്റിൻ്റെ നോമിനികളായ ആളുകൾക്ക് യഥേഷ്ടം ഉപയോഗിക്കുവാനും കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റിമറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യമായ രീതിയിൽ ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഇത്തരം നിയമങ്ങൾ പാസ്സാവാതിരിക്കുവാനും മുസ്ലിം സമൂഹത്തിൻ്റെ അതിൻ്റെ അസ്തിത്വം നിലനിർത്തിയും കൊണ്ട് തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുവാനും ഉള്ള അവകാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഖഫ് എന്നത് നമ്മുടെ മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന അനശ്വരമായ ദാനമാണ്. അത് കുറ്റമറ്റ രീതിയിൽ നമ്മുടെ മരണശേഷം അതിൻ്റെ ഉദ്ദേശം നിർവഹിക്കുന്ന രൂപത്തിൽ നടത്തുന്ന സംവിധാനത്തോടു കൂടി പ്രാദേശികമായ മഹല്ലടിസ്ഥാനത്തിലെങ്കിലും അത് സജീവമായി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. മുമ്പുള്ള ആളുകൾ ചെയ്ത വഖഫാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയോ നമ്മളോ വഖഫൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഈ വഖഫ് എന്നുള്ളത് വരും തലമുറക്കും ഉപകാരപ്പെടുമാറ് നമ്മുടെ മതസ്ഥാപനങ്ങൾക്കും പൊതു ആവശ്യങ്ങൾക്കും വേണ്ടി ഓരോ നാട്ടിലെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വഖഫ് ചെയ്യുവാൻ അതിന് കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. റബ്ബ് തആല നമ്മുടെ മതത്തിൻ്റെ ചിഹ്നങ്ങൾ നിലനിർത്തുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന് നേരെയുള്ള എല്ലാ വെല്ലുവിളികളും തരണം ചെയ്യുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്കെല്ലാം തന്നെ അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.